മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 15 ചൊവ്വാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ എല്ലാ ദിവസവും എന്ത് വീഡിയോ ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ നേരത്തെ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഇന്നലെ എനിക്ക് 14 പേര് വിഷുക്കൈനീട്ട് അയച്ചു തന്നു. അതിന് വളരെ സന്തോഷം. നിങ്ങൾക്ക് ജഗദീശ്വരൻ മഹാലക്ഷ്മി അത് ലക്ഷക്കണക്കിനായിട്ട് തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത് ബ്ലസ് ചെയ്യുന്നു. 14 പേര് 6125 രൂപ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം. ഞാൻ ചില ക്ഷേത്രങ്ങൾക്കും ചില വ്യക്തികൾക്കുമായിട്ട് 10 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 6340 രൂപ രാവിലെ തന്നെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ക്ഷേത്രങ്ങൾ, എൻ്റെ അതൊക്കെ ക്ഷേത്രങ്ങൾ, പിന്നെ ചില വ്യക്തികൾ, അത് ഞാൻ ഇത്രയും ഫേമസ് ആകാൻ കാരണക്കാരായ വ്യക്തികൾ, അപ്പോൾ അവർക്കും എല്ലാമായിട്ട് 6340 രൂപ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഗതി ടാലിയായി. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് വിഷുവിന്. ഇത് എൻ്റെ കുടുംബക്കാർക്ക് കൊടുത്തതല്ല കേട്ടോ, അതും പറയാം. കുടുംബത്തിൽപ്പെട്ടവരുടെ അത് വേറെ. അത് കൊടുക്കാൻ യൂണിവേഴ്സൽ ഒരു നിയോഗം തന്നു, അത് ചെയ്തു. അപ്പോൾ പലരും വ്യക്തിപരമായിട്ട് പല അനുഭവങ്ങൾ പറയാറുണ്ട്, ഗുരുവിനെക്കുറിച്ചുള്ളത് അല്ലെ എന്നെക്കുറിച്ചുള്ളത്, ഇതെല്ലാം പറയാറുണ്ട്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, എന്നിലൂടെ എന്തോ എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും ബോധതലത്തിൽ അറിയില്ല. എന്നെ ഒരു വ്യക്തി അറിയിച്ചു, കാര്യം സുഖമില്ലാണ്ട് ഇത് വന്നപ്പോഴത്തേക്ക് അവർ പ്രാർത്ഥിച്ച് ഇത് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് പ്രസൻസ് ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ദയവ് ചെയ്ത്, ഞാൻ സാധാരണ മനുഷ്യനാണ്. ഒരു പക്ഷേ നമ്മളെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എനർജി ഇതിലെ പ്രസൻസ് ആയിരിക്കും അത്, അല്ലാണ്ട് വേറെ ഒന്നും. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. പിന്നെ നോക്കിയപ്പോൾ ഇന്ന് ഫേസ്ബുക്കിലൊരു മെസ്സേജ്, അദ്ദേഹത്തിന് അപ്പം തന്നെ ഞാൻ മെസ്സേജ് കൊടുത്തു. അതും അദ്ദേഹം ഒരു ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യവും എസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സർനെയിമിൻ്റെ ആദ്യവും പി ഉണ്ട്. ഞാൻ ശ്രീനിവാസ പൈ, അദ്ദേഹം എസ്സിൽ തുടങ്ങി അത് കഴിഞ്ഞ് പിയിൽ തീരുന്ന സർനെയിമുള്ള ഒരു വ്യക്തിയാണ്. പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നക്ഷത്രവും എൻ്റെ നക്ഷത്രമായിട്ട് അനുജന്മ നക്ഷത്രമാണ്. മനസ്സിലായോ? അതൊക്കെ പറയാം. അപ്പോൾ അദ്ദേഹവും യാദൃച്ഛികമായിട്ട് ഇതായിരിക്കുമ്പോൾ വീഡിയോ കണ്ടു. അതിൽ നമ്മുടെ ശ്രീമതി പലതും ലാസ്റ്റ് അദ്ദേഹം ഇത് ചെയ്തിരിക്കണ രേവതി ചന്ദ്രൻ, അത് ബാബാജിനെ ഇത് കുറച്ചുള്ള വാക്ക് വിത്ത് രേവതി ചന്ദ്രൻ എന്നുള്ള യൂട്യൂബിലെയാണ്, അതിലെയാണ് അദ്ദേഹം പരാമർശിച്ചത്. അപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ നിയോഗങ്ങളാണ്. അത് ശനീശ്വരനെ കുറിച്ച് പറയാൻ. പിന്നെ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാബാജി പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും എന്ന് ഒന്ന് ബോധിപ്പിക്കാൻ മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ ബാബാജി ഡിവോട്ടിയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അനുഭവങ്ങളിലൂടെ പറയാം. ഓട്ടോബയോഗ്രഫി എ യോഗി, ഒരു യോഗിയുടെ ആത്മകഥ, പരമഹംസ യോഗാനന്ദ, അത് വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചില തിരിച്ചറിവുകളുണ്ടാവും. അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നിലും മാറിയത് അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു വഴിയിലൂടെയാണ് നടക്കുന്നത്. ആ വഴിയുടെ കൂടെ നമ്മൾ പോകുമ്പോൾ 2 സൈഡിലും കല്ലും മുള്ളും കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. കരിങ്കൽ കൂട്ടങ്ങൾ കാണും, പാറകൾ കാണും, അത് പലതും കാണും. പക്ഷേ ഈ വഴി പോകുന്ന ആ വഴി ക്ലിയർ ആയിരിക്കും, ഭൂമെത്തയോടെയുള്ള വഴി. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെ ഇന്ന് അതിശയകരമായൊരു കാര്യം എന്ന് വെച്ചാൽ, ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ മെസ്സേജ് നോക്കി പിന്നെ ഫേസ്ബുക്ക് നോക്കുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ എൻ്റെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്ക് കൂടുതൽ മെസ്സഞ്ചർ കൂടുതൽ നോക്കുന്ന ആളല്ല കേട്ടോ, അതുകൂടി പറയാം. അതുകൊണ്ട് ഇന്ന് എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. 9446218801 എന്ന് പറഞ്ഞത് ഞാൻ ഷെയർ ചെയ്യാം. അത് ഡിസ്ക്രിപ്ഷൻ ടൈറ്റിലും ഷെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം അവിടുത്തെ 12 വർഷത്തിലൊരിക്കലാണ് ആ രൂപം മാറ്റുന്നതെന്ന് പറയുന്നു, മരത്തിലുണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല, അതും പറയാം. പോകണമെന്ന് ആഗ്രഹമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ജന്മത്തിൽ പോയിട്ടില്ല, കഴിഞ്ഞ ഏതെങ്കിലും ജന്മങ്ങളിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിന് മുകളിൽ ഡെയിലി ഒരു പതാകയുണ്ട്, ധ്വജമുണ്ട്. ആ ധ്വജം മാറ്റുന്നതിനിടയിൽ പരുന്ത് വന്ന് കൊത്തി അത് പറക്കുന്നു. അപ്പോൾ അതിൽ കുറേ സൂചനകൾ പറയുന്നുണ്ട്. ചിലപ്പോൾ പ്രപഞ്ചം തരുന്ന സൂചനകളാണ്, അത് ഇതാണെന്ന് പറയാം, ദൈവം തരുന്ന സൂചന. തീർച്ചയായിട്ടും അതാണ് ഭാരതത്തിൽ നിമിത്തത്തിന് ഇത്രയും പ്രാധാന്യം വന്നത്. അതാണ് നിമിത്തം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുന്നതാണ്.
ഞാൻ ഹിപ്നോട്ടിസം പോയ ആ ക്ലാസ്സിലെ ആ സാറും അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു, യൂണിവേഴ്സ് നമ്മളോട് പല തരത്തിൽ സംവദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വാട്സാപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കുക, കുറച്ച് അധികമുള്ള ലേഖനമാണ്, അവിടെ നടന്ന അത്ഭുതമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരാൾ ചോദിച്ചു നാദം കേൾക്കുന്നു, നാദം കേട്ടാൽ എന്താണ് ഗുണമെന്ന്. ഇപ്പോൾ ചെവിയിൽ ഞാൻ വലത്ത് ചെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, അത് 24 hours അത് കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങുന്ന സമയത്തും എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ എപ്പോഴും ശ്രദ്ധ കാണുന്നതിലും കേൾക്കുന്നതിലുമാണ് അല്ലേ? നമ്മുടെ ശ്രദ്ധ എപ്പോഴും പോണത് കാണുന്നതിലും കേൾക്കുന്നതിലാണ്. മണം അതിൻ്റെ ഇടയ്ക്ക് വരും. ഈ 3 അവയവങ്ങൾ പുറത്തു നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് അദ്ദേഹം ചോദിച്ച ഇതാണ്. അപ്പോൾ എനിക്കിത് നാദദീക്ഷ തന്ന ശ്രീ രതീഷ് സായി തിരുമേനി അദ്ദേഹം ആണ് ഇത് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ഷേത്രം, ഇപ്പം രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തൊക്കെ മൈക്ക് വെക്കും അല്ലേ, എല്ലാ ആരാധനാലയങ്ങളും. അപ്പോൾ ആ മൈക്ക് വെക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഏത് ആരാധനാലയത്തിലാകട്ടെ അവിടുത്തെ ആരാധനകൾ തുടങ്ങി എന്ന് പറയാം. അത് തുടങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ അത് നമുക്ക് അങ്ങോട്ടുള്ളൊരു വഴിയാണ്, ആ ക്ഷേത്രത്തിലേക്ക്, ആ ദിശയിലേക്കുള്ളൊരു വഴിയാണ്. അതുപോലെ ഈ നാദം ആ ദിശയിലേക്കുള്ളൊരു വഴിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ തിരുമേനി ഈ നാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അതും പറയാം. തിരുമേനി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം തിരുമേനി പറഞ്ഞ കാര്യം തന്നെ ഞാൻ മര്യാദയ്ക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇവനോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. 50 വയസ്സ് കഴിയുമ്പോൾ അവനെല്ലാം മനസ്സിലാകുമെന്ന് വിചാരിച്ച് കാണും. തിരുമേനി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാന ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ ഭ്രാന്തരി തിരുമേനി. അദ്ദേഹത്തിൻ്റെ പേര് പറയാണ്ട് ഒരു ദിവസം പോലും വീഡിയോ എടുക്കാൻ പറയാണ്ടിരിക്കാൻ സാധിക്കില്ല, പറയണം. അപ്പോൾ ഈ തിരുമേനി, ഇദ്ദേഹം ശ്രീ രതീഷ് സായി തിരുമേനി, ഇദ്ദേഹത്തിൻ്റെ പേരിൽ തിരുമേനി എന്നുണ്ട്, തിരുമേനി എന്നാണ് വിളിക്കണം ഞാൻ. അപ്പോൾ ഈ നാദം കേൾക്കുമ്പോൾ നമ്മൾ ആ എനർജി ആയിട്ട് കണക്ട് ചെയ്യുമെന്ന് പറയുന്നത്, ഇത് കുറേ തലത്തിൽ ആ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ചോദിച്ചത് LMRK ഒരാളാണ്, മനസ്സിലായി? അദ്ദേഹം LMRK ഉണ്ട്, ഞാനും ഉണ്ട് LMRK. ലൈറ്റ് ബോഡി ആക്ടിവേഷൻ അവരുടെ ഇതിനൊക്കെ പോകുമ്പോൾ ഞാനും ചെയ്യുന്നു. അതിൻ്റെ എനർജി വേറൊരു ലെവലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ഇന്നലെ സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു. ജനറലി പറയുന്ന മറുപടി ആർക്കാണെന്ന് അറിയാണ്ട് സ്റ്റാറ്റസിൽ ഇടും. കാര്യം നമ്മൾ ഏതെങ്കിലും ഒരുമ പിടിച്ചു നിൽക്കുക, അതാണ് മനസ്സ്. ഈ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുരങ്ങിനെ പോലെ, ഒരിടത്തുനിന്ന് അടുത്ത മരം ചാടും, അവിടെ നിന്ന് ഒരു അടുത്ത മരം ചാടും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കാണും അല്ലേ, കുരങ്ങിന് ഒരു പഴം കൊടുക്കും, അത് വാങ്ങിക്കും, ഉടനെ അടുത്ത പഴം അത് വാങ്ങിക്കും, മൂന്നാമത്തെ പഴം ഇത് വാങ്ങിച്ച് പിന്നെ ഒന്നും കയ്യിലും ഇല്ല താഴത്തും ഇല്ല എന്നുള്ള അവസ്ഥയിൽ വരും. ഈ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയണതാ കുരങ്ങിനോടാണ് ഉപമിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പയിലും മുറുകെ പിടിക്കുക, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പം എൻ്റെ രീതി എന്താണെന്ന് ചോദിക്കരുത്. കാര്യം ഞാൻ എഴുന്നേൽക്കുന്നത് എപ്പോഴാണെന്നോ എൻ്റേത് എനിക്ക് ഒരു നിശ്ചയമില്ലൊന്നിനും, വരും ഓരോരോ ദശ വന്ന പോലെ പോകും. ആരെഴുതിയത് എന്താണെന്നൊന്നും അറിയില്ല, എൻ്റെ ചേച്ചിക്ക് അറിയാതെ. ചേച്ചി താഴെ കമൻറ്റ് ചെയ്യും, ഇത്ര മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ തിരുമേനി പറയുന്നതാണ്, ഒരു നിശ്ചയമില്ലൊന്നിനും, ഒരു നിശ്ചയവും ഒന്നിനും ഇല്ല, വരും ഓരോ ദശ വന്ന പോലെ പോകും. വരുന്ന ദശ എന്ന് പറയുന്നത് ഈ ദശാകാലമാണ് ഈ പറയുന്നത്, ജാതകത്തിലെ ദശാകാലമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതോ സമയത്ത് വരുന്നു, ഏതോ സമയത്തൊക്കെ പോകുന്നു, അത് യൂണിവേഴ്സിൻ്റെ നിയോഗമാണ്. ആ കൂട്ടത്തിൽ ഈ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുന്നതോടൊപ്പം ധർമ്മം, നീതി, ന്യായം അത് നിലനിർത്തുക. നമ്മളാൽ ആരും ചതിക്കപ്പെടരുത്. ഒരിക്കലും പണം എല്ലാത്തിനും ഒരു ഘടകമാകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്തിനും പണം, ഇപ്പം എല്ലാം പണമാണ്, പണത്തിൻ്റെ പുറത്താണ് എല്ലാം. പണത്തിന് പുറകെ മേലിൽ പരുന്തും പറക്കുകയില്ല എന്ന് പറയുന്നു. പക്ഷേ ഇന്നത്തെ ഉദാഹരണത്തിന് പണത്തിന് മേലിലല്ല, കൊടിയും കൊണ്ട് പരുന്ത് പറക്കുന്നുള്ള ഇന്നത്തെ ഉദാഹരണം ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇത് വെച്ചിട്ട് അതിൻ്റെ വീഡിയോയും ഉണ്ട് കേട്ടോ, അത് വീഡിയോ ഉണ്ട്, അല്ലാണ്ട് വെറുതെ ലേഖനമല്ല. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പരുന്തെന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ്, ഗരുഡൻ്റെ പ്രതീകമാണ് പരുന്ത്. അപ്പോൾ ഏതൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യുന്നവർ, അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആകുന്നത് മഹാവതാർ ബാബാജി വഴിക്ക് 100 കോടിയിലധികം ആൾക്കാർ പ്രത്യക്ഷത്തിൽ കണക്റ്റ് ആയിട്ടുണ്ട്. പരോക്ഷമായിട്ട് എത്ര പേരാണെന്നറിയില്ല, മനസ്സിലായോ? അപ്പോൾ എനിക്ക് എൻ്റെ അറിവുകൾ പരിമിതമാണ്, ഞാൻ സംഭവമാണെന്ന് ദയവ് ചെയ്ത് ആരും വിചാരിക്കരുത്. ഇതാണ് ഞാൻ, ഈ ഉള്ളതെല്ലാം പറയുന്നുണ്ട്. ഇനിയും കുറേ വീഡിയോകൾ ചെയ്യാനുണ്ട്, അത് ചെയ്യാം. ഇപ്പം തന്നെ 10 മിനിറ്റ് ആവുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ ഉപാസനയുടെ ആ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ദരിദ്രാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാവിഷ്ടം നടക്കാൻ, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി ഉണ്ടാകുവാൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല രീതിയിൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും, അതോടെ
അവർക്ക് ഓരോ കുലത്തിൻ്റെയും സംസ്കാരമനുസരിച്ചുള്ള ഉത്തമരായ ജീവിത പങ്കാളി ലഭിക്കുവാനും, പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, വ്യാപാര സ്ഥലത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിനുള്ള യാത്രയിലാകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, അതുപോലെ ഓരോ വ്യക്തികളും കുടുംബപരമായോ വ്യക്തിപരമായോ ഒഫീഷ്യലായോ ചെയ്യുന്ന യാത്രകളിലാകട്ടെ, അതിലൊക്കെ പൂർണ്ണ സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സിലോ അല്ലെങ്കിൽ ഉദ്യോഗത്തിലോ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകുവാനും, എല്ലാവരുടെയും കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, വിശിഷ്യ പിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ദൈവികമായ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവികമായ പ്രവൃത്തികൾ ചെയ്യുവാനും, അതിൻ്റെ 100 ഇരട്ടി അനുഭവങ്ങൾ അല്ലെങ്കിൽ 100 ഇരട്ടി അനുഗ്രഹങ്ങൾ ഈ യൂണിവേഴ്സിൽ നിന്നും 33 കോടി ദേവതകളിൽ നിന്നും എല്ലാവർക്കും തിരിച്ചു ലഭിക്കുവാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ.